ഹലോ, ഇന്ന് കത്രികയും പാത്രമൊക്കെ ആയിട്ട് നമ്മുടെ ടെറസിലെ ഗാർഡനിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് കോവയ്ക്ക വിളവെടുക്കാനുണ്ടേ. ടെറസിൽ മറ്റ് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിലും കോവയ്ക്ക് മാത്രമാണ് ഇത്രയധികം വിളവ് നമുക്ക് തന്നിട്ടുള്ളതേ. ഈ കോവലം ഒരു പ്രത്യേകതരം കോവലമാണ് കേട്ടോ. അങ്ങനെ ഉണ്ടയായിട്ടാണ് ഇത് ഉണ്ടാവുക. സാധാരണ നീളം കോവലം പോലെയല്ല. അതുകൊണ്ട് തന്നെ ഈ കോവലം കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കുറച്ച് കിട്ടിയാൽ തന്നെ അത്യാവശ്യം കറി വയ്ക്കാനൊക്കെ ഉണ്ടാകും. കോവയ്ക്ക പറിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ തനു എൻ്റെ അച്ഛൻ്റെയും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. തനുവാണ് അച്ഛന് കോവയ്ക്ക പറിച്ചിടാനുള്ള പാത്രമൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. അച്ഛനാണ് ഈ കോവലം നട്ടതും പന്തൽ കെട്ടിയതും പടർത്തി വിട്ടതും ഒക്കെ. അതുകൊണ്ട് തന്നെ അതിൽ കായുണ്ടായപ്പോൾ അത് പറിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അച്ഛന് മാത്രമല്ല, എനിക്കും തനുവിനും അമ്മയ്ക്കും ഒക്കെ ഇത് പറിക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കോവയ്ക്ക പറിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം പറിച്ചപ്പോൾ നമ്മൾ എടുത്ത പാത്രം നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തിയ പ്ലാന്റിൽ കായ ഉണ്ടായി അത് പറിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണല്ലോ. നമ്മുടെ ടെറസ് ഗാർഡനിൽ കോവയ്ക്ക മാത്രമല്ല ഉള്ളത്, പച്ചമുളകും വഴുതനയും ഒക്കെ ഉണ്ട് കേട്ടോ. പച്ചമുളകിൽ തന്നെ കാന്താരി ഉണ്ട്, നമ്മുടെ നീളൻ പച്ചമുളകും ഉണ്ട്. അപ്പോൾ അതും കൂടെ അച്ഛൻ വിളവെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇത്രയും കോവയ്ക്കയും വഴുതനയും പച്ചമുളകും ഒക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇത്രയധികം പച്ചക്കറി നമുക്ക് കിട്ടുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കും കൃഷിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്നതല്ലേ, വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു.